വേണ്ട ബെന്നി, ആരെങ്കിലും കാണും, പ്ലീസ്. നോ ബെന്നി, ഇത് തെറ്റാണ്. ലവ്ലി, വരൂ, നമുക്ക് ആ വള്ളത്തിന്റെ മറവിലേക്ക് പോകാം, പ്ലീസ്. നോ ബെന്നി, വേണ്ട. ഇതിനപ്പുറം നമ്മൾ കടന്നുകൂടാ. നമ്മൾ വിവാഹത്തിനാകാൻ പോലെ. ഞാൻ എന്റെ ബെന്നിയുടേതാണ്. പിന്നെന്തിനു നീ എന്നെ അനുസരിക്കാൻ മടി കാണിക്കുന്നു? എല്ലാ പരിശുദ്ധികളോടും കൂടി ആദ്യ രാത്രിയിൽ എന്നെ ബെന്നിയെ ഏൽപ്പിക്കാൻ അനുവദിക്കൂ ബെന്നി, പ്ലീസ്. പ്ലീസ്. I am fed up with your sentiments. ബെന്നി, എന്നോട് പിണങ്ങിയോ? ബെന്നി, നീ എന്റേതാണ്, എന്റേത് മാത്രം. ബെന്നി, മതി ഓടിച്ചത്. നിങ്ങൾ കുടിച്ച് ഓവറായിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പാർട്ടിക്ക് പോയാൽ ഡാഡി എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഇവള് പറയുന്നത് കേട്ട് ബോൾ വിശ്വസിച്ചു. ഡിഡ് യു? നിങ്ങൾ ഓടിക്കണ്ട. ഇനഫ്. ഡാഡി, ഞാൻ ഓടിക്കാം. ഇനഫ്. ഐ എം ഫുള്ളി കോൺഷ്യസ്. ഐ വിൽ ഡ്രൈവ്. Darling. മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ദയാപരനായ കർത്താവേ, ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആമേൻ. ഡാഡി, 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 ലവ്ലി, ലവ്ലി, കരഞ്ഞാൽ ഡാഡിയുടെ കാല് തിരിച്ചു കിട്ടുമോ? മരിച്ചുപോയ മമ്മി തിരിച്ചു വരുമോ? ഡാഡിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. എത്തിക്ക് സംസാരിക്കാൻ വയ്യാതായി. നീ ഇങ്ങനെ തുടങ്ങിയാൽ അവരെ ആരെ ആശ്വസിപ്പിക്കുന്നത്? എല്ലാം തകർന്നു ബെന്നി. ഇനി ഞങ്ങൾ എന്തിനു ജീവിക്കണം? വിധിച്ചതൊക്കെ അനുഭവിച്ചേ തീരൂ. നീ എന്റെ അടുത്തേക്കല്ലേ, എന്തെങ്കിലും പറഞ്ഞവനെ സമാധാനിപ്പിക്കും. ലവ്ലി, പ്ലീസ് ചെല്ലൂ.
നമ്മുടെ മമ്മി പോയി. മമ്മി, ഡാഡി ഇതുവരെ വന്നില്ലേ? ഇല്ല മോനെ, വരേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി ഫെഡറിക് അങ്കിളിനെ കാണാൻ ആസ്പത്രിയിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എന്താണെന്ന് അറിഞ്ഞില്ല കേട്ടോ. മനസ്സിന് വല്ലാത്തൊരു ഭീതി. രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു. 5-6 ബോട്ടുകൾ മുങ്ങിയെന്നും കേട്ടു. ഡാഡി ഇങ്ങ് എത്തിയെന്നറിയാനാ ഞാനിപ്പോ വന്നത്. ഞാൻ പോയി നോക്കിട്ട് വരാം. കർത്താവേ, ഒരാപത്തും വരുത്തരുതേ. ബോട്ട് പോയെങ്കിൽ പോട്ടെ, ഡോണ്ട് വറി. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ. ബോട്ട് മുങ്ങിയ വിവരം ഈ അവസ്ഥയിൽ അങ്ങയെ അറിയിക്കരുതെന്നാണ് ആദ്യം വിചാരിച്ചത്. ഐ ഹാവ് ലോസ്റ്റ് ഐറീൻ. അവളെന്റെ എല്ലാമായിരുന്നു. എഡ്ഡി ഈ നിലയിലായി. വേദന താങ്ങാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട്. അങ്ങ് വിഷമിക്കരുത്. കർത്താവ് കരുണയുള്ളവനാണ്. ആര് പറഞ്ഞു എനിക്ക് ദുഃഖമുണ്ടെന്ന്? ലീവ് ഇറ്റ്. ഗോമസിന്റെ അടുത്ത പരിപാടി എന്താ? ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. യു ആർ എൻ എക്സലന്റ് ബോട്ട് ഡ്രൈവർ ഗോമസ്. അതിനേക്കാളേറെ ഒരു നല്ല മനുഷ്യൻ. ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി തരും. എനിബഡി. സാർ, 1000 ദ്വാരങ്ങൾ വീണ ഒരു ബോട്ടാണ് ഞാൻ. മൈ ബോട്ട് ഈസ് ഡ്രൗണിംഗ്. താഴുകയാണ്. ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. Nobody can. Save yourself. സ്വയം രക്ഷപ്പെടാൻ നോക്കൂ. കർത്താവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ചികിത്സിച്ചാൽ എഡിയുടെ അസുഖം മാറുന്ന ഡാഡി പറയുന്നത്. എഡി എന്നോട് ഒന്നും മിണ്ടിയിട്ട് എത്ര ദിവസമായി. ആ ശബ്ദം ഇനി എനിക്ക് കേൾക്കാൻ ഒക്കുമോ എഡി? റീത്ത ഇവിടെ വരുന്നത് കരയാനാണോ? ഇങ്ങനെയാണോ ഇവനെ സമാധാനിപ്പിക്കുന്നത്? എന്നെ ഞാൻ സമാധാനിപ്പിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഡാഡിക്ക് ചോറ് കൊടുത്തിട്ട് ഉടനെ വരാം. ഞാൻ വന്നിട്ട് റീത്ത പോകാവൂ. മതിമോളെ. ലവ്ലി, ഡോക്ടർ കെയിം ഹിയർ ടുഡേ മോർണിംഗ്. നാളെ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം, അതാ നല്ലത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. നിങ്ങൾ തനിച്ചല്ലേ വീട്ടിലുള്ളൂ. ഞാനിവിടെ കിടന്നിട്ടും പ്രയോജനമൊന്നുമില്ല. ഡാഡിക്ക് തരാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് റിസർച്ച് ഹാസ് കം. ഞാൻ ജയിച്ചു. വെരി ഗുഡ്. എന്താ ഡാഡി? ഓരോ തവണ പാസ്സാകുമ്പോഴും എന്റെ മോക്ക് ഡാഡി ഓരോ സമ്മാനം തരാറുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോക്ക് തരാൻ ഡാഡിക്ക് ഇതേ ഉള്ളൂ. Look after your health, Mr. Frederick. I will. Thank you.
നിന്നോട് പിണങ്ങിയൊന്നുമല്ല. നീ ഇന്ന് കോളേജിൽ വരുന്നില്ലെന്ന് പറഞ്ഞെന്താ? ഇന്ന് മാത്രമല്ല, ഒരിക്കലും ഞാനിനി കോളേജിൽ വരുന്നില്ല. വാട്ട്? ഞാനിനി പഠിക്കുന്നില്ല ബെന്നി. ഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിന്റെ ഫീസ് കൂടെ ഡാഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ്. ഡിഗ്രി അല്ല, ഒരു ജോലിയാണ് എനിക്കിപ്പോഴാവശ്യം. അത് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എന്റെ വീടിന്റെ ഇന്നത്തെ സ്ഥിതി ബെന്നിക്കറിയാമല്ലോ. എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ആകെ മുങ്ങും. ഇത് കല്യാണിയുടെ വീടല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, താനെന്താ ഇവിടെ? ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. താൻ ആളാകെ മാറിയല്ലോ. ഇപ്പൊ വെടിവെക്കാനെങ്കിലും പോകുന്നില്ലേ? ഇപ്പൊ വെടിവെപ്പിന് ഹെൽപ്പ് ചെയ്യലാണ് വർക്ക്. അത് ശരി, കല്യാണിയുടെ മാമ ആയിരിക്കും. നോട്ട് മാമ, വൺ ഓഫ് അവർ ഹസ്ബൻഡ്സ്. ആരോടായിരുന്നു സംസാരിക്കുന്നത്? നീ ആളങ്ങ് പുരോഗമിച്ചല്ലോടി. തനിക്കെന്താ വേണ്ടത്? അത് നിനക്ക് അറിഞ്ഞൂടെ? ഓഹോ, അതിന് വന്നതായിരിക്കും. ഇറങ്ങണ പുറത്ത്. അതെന്താടി? ഈ അലവലാദികളുമായിട്ടുള്ള ഇടപാടൊക്കെ ഞാനങ്ങ് നിർത്തി. നീ ഇടയുമ്പിന് സ്ഥിതിയിലൊക്കെയാണെന്ന് അറിഞ്ഞു. എന്നാലും ഞങ്ങളെയൊക്കെ അങ്ങനെ അങ്ങ് തഴയാവര് കല്യാണി. നീ അവനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഗണ്ണെടുത്ത് ഞാൻ അവനെ വെടിവെക്കുമായിരുന്നു. എന്റെ മസിൽസൊക്കെ വൈബ്രേറ്റ് ചെയ്യണം. താൻ കുറെ നാളായിട്ട് വെടിവെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.